ഹലോ, ഞങ്ങൾ ദുബായിലെത്തിയതിന് ശേഷം, അതായത് ശരിക്കും പറഞ്ഞാൽ വാവ ദുബായിൽ വന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് ഡ്രൈവാണ് കേട്ടോ ഇത്. കുറേ നാളായിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അബുദാബിയിൽ പോകണം, അവിടെ ബാബ്സ് ടെമ്പിൾ, അതുപോലെ ഗ്രാൻഡ് മോസ്ക്, പിന്നെ പറ്റുമെങ്കിൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയ്ഖ് സയദ് ഫെസ്റ്റിവൽ കൂടി കാണാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോകാമെന്നൊക്കെ ആയിരുന്നു പ്ലാനെങ്കിലും എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഇത്തിരി ലേറ്റ് ആയിപ്പോയി. ഒരു 8-8:30 ആകുമ്പോഴാട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മളിതേ സ്റ്റാർട്ട് ചെയ്തു. വാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവൾ എഴുന്നേറ്റപ്പോൾ എന്നെ സൺഗ്ലാസ് ഒക്കെ വെച്ച് കണ്ടിട്ടില്ല അതിശയത്തിലുള്ള നോട്ടം. അത് സത്യം പറഞ്ഞാൽ ഇത് കളിയാക്കുന്ന പോലെയായിരുന്നു കേട്ടോ അവളുടെ നോട്ടം. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിരുന്നു. നല്ല ക്ലൈമറ്റ് ആണെങ്കിലും വെയിലൊക്കെ നല്ലവണ്ണം ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അങ്ങനെ തണലും മരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ വെയിൽ അത്യാവശ്യം കൊള്ളുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ തന്നെ കുടയൊക്കെ കിട്ടും. അങ്ങനെ മരങ്ങളോ തണലുള്ള സ്ഥലങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ കുടയൊക്കെ അവർ തന്നിരുന്നു. അങ്ങനെ കുടയൊക്കെ പിടിച്ച് നടന്നുവെങ്കിലും ഈ കുട കുറച്ച് ട്രാൻസ്പെറൻറ്റാണ്. അപ്പോൾ പിടിച്ചിട്ട് വലിയ ഉപകാരമൊന്നും ഇല്ല. എന്നാലും കുടയൊക്കെ ചൂടി ഞങ്ങൾ നടന്ന് അവിടെ എത്തുമ്പോൾ തന്നെ ഞങ്ങൾ പ്രസാദം കഴിച്ചു. ഇനി തിരിച്ചു വരുമ്പോൾ കിട്ടിയില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ വിശപ്പ് പ്രസാദം കഴിച്ച് മാറ്റി. വാവയുടെ വിശപ്പ് കൂടി മാറ്റിയതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ അകത്തെത്തിയായിരുന്നു. ഈ ഏരിയയിൽ വെച്ചിട്ട് ഞാൻ പണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. ഇനിയിപ്പോൾ വാവയെ കൂടി വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ഇതാദ്യമായിട്ടാണല്ലോ അവളെ കൊണ്ടുവരുന്നത്. ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നു ഞാൻ 8 മന്ത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴോ മറ്റോ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്നത് ഒരു 4 മണി ടൈമിലാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് മോർണിംഗ് 10 മണി ഒക്കെയാണ്. എനിക്ക് തോന്നുന്നത് വൈകുന്നേരം വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന്. കാരണം അന്ന് വന്നപ്പോൾ കുറച്ചും കൂടി നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഈവനിങ്ങിലെ ആ ഒരു വ്യൂ ആയിരുന്നു കുറച്ചും കൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും വാവ ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ ആ ടെമ്പിളിനകത്ത് നിന്ന് കുറച്ച് നേരം മെഡിറ്റേഷനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ ഇരുന്നപ്പോൾ അവൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. അതിൻ്റെ ഹാപ്പിനെസ് ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ വീഡിയോ ഷൂട്ടിംഗ് പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ അതിന് വീഡിയോ എടുത്തേനെ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു കുഞ്ഞു മോനായിരുന്നു. രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തായാലും ഞങ്ങൾ ടെമ്പിളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും പ്രസാദം തീർന്നു പോയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാമത് പ്രസാദം കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരെയുള്ളൊരു മാളിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഷെയ്ഖ് സയദ് മോസ്ക് ആണ്. അപ്പോൾ അവിടേക്ക് പോകുന്നത് മുന്നേ നമ്മൾ കുറച്ച് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കണമല്ലോ. അപ്പം ഞങ്ങൾ ഇതുപോലെ ഒരു മാളിൽ വന്നിട്ട് അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പാവം വാവയ്ക്ക് ബ്രെഡ് കയ്യിൽ കൊടുത്തു എന്നല്ലാണ്ട് ഒന്നും കൊടുത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വാവയ്ക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്താണ് എടുക്കേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ക്യാരി ഫോറിൽ പോയിട്ട് ഒരു പഴം വാങ്ങിയിട്ട് അതാട്ടോ വാവയ്ക്ക് കൊടുത്തത്. പിന്നെ ദേ കുറച്ച് അവളെ ഒന്ന് മൂടൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാറിലൊക്കെ ഇരുത്തി ഒന്ന് കളിപ്പിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ അവളെ ഹാപ്പി ആക്കാനാണ് ചെയ്തതെങ്കിലും ആ കാറിനൊരു ഹോണിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് കേട്ടപ്പോൾ അവൾ പേടിച്ചുപോയി. അവളെ വീണ്ടും കരയാൻ വേണ്ടി തുടങ്ങി. എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പക്ഷേ നമുക്ക് മോസ്കിൽ പോകുന്നതിന് മുന്നേ ഹെയർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ക്യാരി ഫോറിൽ പോയി ഷോളൊക്കെ വാങ്ങി. അവിടെ പോകുമ്പോൾ കുറച്ച് ഡ്രസ് കോഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വേണം കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ. കാരണം ഹെയർ കവർ ചെയ്യണം, ഫുൾ സ്ലീവ് ഇടണം, അങ്ങനെ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ. സോ ഞങ്ങൾ ഷോള് വാങ്ങി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. വാവേനെയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചു. കാരണം ആൾ മറ്റേ സ്കേർട്ട് ആൻഡ് ടോപ്പൊക്കെ ഇട്ടിട്ട് അത്ര കംഫർട്ടബിൾ അല്ലല്ലോ. എന്തായാലും നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഷെയ്ഖ് സയദ് ഗ്രാൻഡ് മോസ്കിലേക്കാണ്. ഏകദേശം ഒരു 3 മണിയായി. ഇപ്പോഴാണ് നമുക്ക് ടൈം കിട്ടിയത്. സോ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ടെമ്പിളിൽ പോകുമ്പോഴും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ടെമ്പിളിൽ പോകുമ്പോൾ തലേന്ന് തന്നെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് നമുക്കതിൻ്റെ അങ്ങോട്ടേക്ക് എൻട്രി പാസ് മെയിലായിട്ട് വരും കേട്ടോ. ഒരു ബാർകോഡ് സംതിങ് മെയിലിൽ വരും. സോ അത് കാണിച്ചാൽ മാത്രമേ നമുക്ക് ടെമ്പിളിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ ഗ്രാൻഡ് മോസ്കിലോക്കും പോകുമ്പോൾ നമുക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെ, വാവ ഭയങ്കര കളിയാണ് കേട്ടോ. ആൾക്ക് കാർ സീറ്റൊന്നും ഇല്ല. ഇത് ദീപുവിൻ്റെ കാറാണ്. അപ്പോൾ ഇവിടെ കാർ സീറ്റൊന്നും ഇല്ല. ഇവിടെ കാറിലിരുന്നിട്ട് ഭയങ്കര കളിയാണ് ആൾ. ഒരു പഴം കഴിച്ച എനർജിയിലാണ് കേട്ടോ ആളീ നിൽക്കുന്നത്. വേറെ ഒന്നും ഞാൻ കാര്യമായിട്ട് കൊണ്ടുവന്നില്ല. കാരണം അവൾ അങ്ങനെ കുറുക്ക് എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയതാണ്. എടുക്കായിരുന്നു.
എന്തായാലും ഞാനത് മറന്നുപോയതാണ്. അങ്ങനെ നമ്മളിതേ ഗ്രാൻഡ് മോസ്കിലേക്ക് എത്തി. പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. അങ്ങനെ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, ട്രാഫിക്കോ ക്യൂവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നി കഴിഞ്ഞ തവണ ഞങ്ങൾ പാരൻസിനെയും കൊണ്ട് വന്ന സമയത്ത് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു, ഫുൾ ബ്ലോക്കൊക്കെ ആയിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും തോന്നിയില്ല, വളരെ പെട്ടെന്ന് തന്നെ എത്തിയ പോലെ തോന്നി. അകത്തേക്കും പെട്ടെന്ന് എത്തിയായിരുന്നു. കുറേ നേരം വന്നൊരു എനിക്ക് തോന്നുന്നൊരു 45 മിനിറ്റ്സിന് കൂടുതൽ നമ്മൾ കഴിഞ്ഞ തവണ ക്യൂ നിന്നിരുന്നു. പക്ഷെ ഇത്തവണ വളരെ പെട്ടെന്ന് എത്തി കേട്ടോ. ഇത് കണ്ടോ, വാവയെ ഉറങ്ങിയ വാവയെ ഈ സ്ട്രോളറിൽ കിടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, റിസ്കി ടാസ്ക്കാണ്. ഇപ്പോൾ സക്സസ്ഫുള്ളി അത് ദീപു കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ടാട്ടോ അവൾ ഉറങ്ങി കിടക്കുന്ന അവളെ സ്ട്രോളറിൽ കിടത്താൻ പറ്റിയത്. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് മോസ്ക്. നല്ല ടൈമിലാട്ടോ നമ്മൾ എത്തിയത്. ഇതാണ് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ടൈം. അമ്പലത്തിൽ പോകാനായാലും ശരി, ഗ്രാൻഡ് മോസ്കിൽ പോകാനായാലും ശരി, ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു വ്യൂവിൽ ഈ ഒരു ടൈം ഒരു 3 o'clock ശേഷം എത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം രാവിലെ ആണെങ്കിൽ ചൂട് കൂടി വരുന്നത് കൊണ്ട് നമുക്കങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മളൊക്കെ ടയേർഡാകും. പക്ഷെ വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ പോകുമ്പോൾ നല്ല ലൈറ്റും ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോഴേക്കും സൺസെറ്റിൻ്റെ സമയമാകുമ്പോഴേക്കും കുറച്ചുകൂടി ഗോൾഡൻ അവേഴ്സിൽ കുറച്ചുകൂടി ഭംഗി കൂടുതലാണ് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അകത്തെങ്കിലും. അങ്ങനെ നമുക്ക് കുറേ നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ക്രൗഡൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമുക്ക് എന്താ പറയുക, ഓടി നടന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു. ഇതിപ്പോൾ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ടൈമാണല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയധികം ക്രൗഡ്. ലാസ്റ്റ് ടൈം ഞങ്ങൾ വരുമ്പോഴും ഇത്രയധികം ക്രൗഡ് ഉണ്ടായിരുന്നുവെങ്കിലും അന്ന് നമുക്ക് ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇന്ന് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നിട്ട് എല്ലാം പെട്ടെന്ന് മൂവായി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് മാക്സിമം ക്യൂ നിൽക്കേണ്ടി വന്നുള്ളൂ. പിന്നെ ബേബി ഉള്ളത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. കാരണം ബേബി ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് ക്യൂവിൻ്റെ ഫസ്റ്റ് തന്നെ നിൽക്കാം. പെട്ടെന്ന് നമുക്ക് എല്ലാത്തിനും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മൂവ് ആവും കേട്ടോ. നമ്മുടെ ക്യൂ നമുക്ക് സെപ്പറേറ്റ് ക്യൂ ആണ്. സോ അതുകൊണ്ട് വാവി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വേഗം കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോയാൽ മതി. അല്ലാതെ വാവി ഉണ്ടെങ്കിൽ എല്ലായിടത്തും പോകാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുകയേ വേണ്ട. ദുബായിൽ വാവി ഉള്ളതാണ് ഏറ്റവും സൗകര്യം. എല്ലായിടത്തും നമുക്കൊരു പ്രയോറിറ്റി കിട്ടും. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് കണ്ടു. ഈ ഒരു സമയത്ത് വാവ അത്യാവശ്യം നല്ല കൂളായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മാളിലൊക്കെ പോയ സമയത്ത് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും ആൾക്ക് കുറച്ചും കൂടി നല്ല എന്താ പറയുക കാമായി. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും എനിക്ക് തോന്നും ഏകദേശം ഒരു 5 മണി 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങുമ്പോഴേക്കും സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയായി ഈ സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊക്കെ ടയേർഡ് ആയതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് നടന്ന് പോകാനുള്ള ഒരു എനർജി ഇല്ലാത്തത് കൊണ്ട്, കാരണം കുറേ ദൂരം നടക്കാനുണ്ട്, അപ്പോൾ തിരിച്ച് നടക്കാനുള്ള ഒരു എനർജി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബഗ്ഗിയിലാണ് കേട്ടോ പോയത്. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പോൾ ബഗ്ഗി ഫ്രീ ആയിരുന്നു. പക്ഷേ ഇത്തവണ എല്ലാവർക്കും 5 dirhams per person എടുത്തായിരുന്നു. സോ നമ്മൾ ബഗ്ഗിയിലാണ് പോയത്. തിരിച്ച് ഫുൾ താഴെ ഒരു മാളുണ്ട്, അവിടെ വരെ നമ്മൾ ബഗ്ഗിയിൽ കൊണ്ടുവിടും. അതിനുശേഷം പിന്നെ അവിടുന്ന് പാർക്കിങ്ങിലോട്ട് നമ്മൾ നടന്ന് തന്നെ പോകണം. അപ്പോൾ ഇത് കണ്ടോ, ആ വ്യൂ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. സൺസെറ്റിൻ്റെ സമയത്ത് പറ്റുമെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ വരാൻ വേണ്ടി നോക്കുക. രാവിലെ പോവാൻ എന്നതിനേക്കാൾ നല്ലത് ഈ ഒരു സമയത്ത് വരുന്നതായിരിക്കും. അപ്പോൾ താഴെ എത്തിയിട്ട് കാണുന്ന ഒരു മാളുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. നമ്മളുടെ കയ്യിൽ പർദ്ദയോ ഷോളോ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ബാക്കി ഈ സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാളുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു സ്കെൽറ്റൺ ആയത് സംഗതി റിയൽ ആണ് എന്നാണ് അവർ പറയുന്നത്. എനിക്കറിയാൻ മേല. ഞങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി, അവിടെയും ഗൂഗിളിലും പറയുന്നത് റിയൽ ആണെന്നാണ്. എന്തായാലും അവർക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര കൂളായിരുന്നു.